الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله بسم الله ما شاء الله بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا
إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: من سره أن يلقى الله عز وجل غدا مسلما فليحافظ على الصلوات الخمسة صدق رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഒന്നിനായ കമ്പാർ മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ഖത്തീബ് സുഹൈൽ ഫൈസി അവരുടെ വേദിയിലും സദസ്സിലും ഉപേക്ഷനായിരിക്കുന്ന സാത്വികരായ ഉലമാക്കളെ ഉമറാക്കളെ, മുഗ്രാൻപുത്തൂർ സാധു സഹായ സമിതിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മദ്രസ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മതവിജ്ഞാന വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അള്ളാഹു നമ്മെ ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട അടിമകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ അള്ളാഹു ഏവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന വിഷയമാണ് നമുക്കിന്ന് സംവദിക്കുവാനുള്ളത്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളതാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്, നമസ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ മൊഴിഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നിസ്കാരമാണ്, മഹത്തായ ഇബാദത്താണ് നമസ്കാരം. നമ്മളെല്ലാവരും ആശ വെക്കുന്നതും കൊതിക്കുന്നതും താല്പര്യം വെക്കുന്നതും ഒക്കെ സ്വർഗം ഒന്ന് കാണാനും ആ സ്വർഗത്തിലൊന്ന് വസിക്കാനുമാണ്. അതുകൊണ്ടാണല്ലോ വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം തന്നെ ഇഹലോകവാസം വെടിഞ്ഞാൽ നമ്മൾ അവരെ സ്വർഗത്തിലെത്തിക്കണമെന്നും നരകമോചനത്തിന് വേണ്ടിയും ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചുകൊണ്ട് പാപമോചനത്തിനർത്ഥിച്ച് സ്വർഗത്തിൽ അവരെ കടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ സ്വർഗം നമുക്ക് വല്ലാത്ത താല്പര്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തെ ചോദിക്കുവാൻ വേണ്ടിയും നരകത്തോട് കാവൽ തേടാൻ വേണ്ടിയും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രീതിയിൽ മുഅ്മിനായ മനുഷ്യനെ പഠിപ്പിച്ചു. ഇങ്ങനെ സ്വർഗത്തിന് ആഗ്രഹം വെക്കുന്ന, സ്വർഗത്തോട് താല്പര്യം വെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ആദ്യമായിട്ട് അറിയണം,
ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനൊരു താക്കോൽ വേണം. നമ്മളെല്ലാവരും വഅദ് കേൾക്കാൻ വന്നവരാണ്. ഈ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ വീട് അടച്ചു പൂട്ടിയിട്ടുണ്ടാവും, അതിന്റെ താക്കോൽ നമ്മുടെ കീശയിലുണ്ടാവും. വഅദ് കഴിഞ്ഞ് തിരിച്ചു തന്ന് താക്കോൽ കാണാത്ത അവസ്ഥയാണെങ്കിൽ ആ വീട്ടിനുള്ളിൽ കയറിപ്പറ്റാൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിന് നമ്മൾ അതുണ്ടാക്കുന്ന ആളുകളെ ആലയിൽ പോയി കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ടോ, മറ്റൊരു താക്കോലിലൂടെ മാത്രമേ നമ്മുടെ വീട്ടിനുള്ളിൽ കടക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ വാതിൽ കുത്തിപ്പൊളിച്ചിട്ട് വേണം കടക്കാൻ. പക്ഷേ ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ താക്കോല് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റൂല. അതിന് നമസ്കാരം തന്നെ വേണം. ഒരൊറ്റ താക്കോലേ ഉള്ളൂ, അത് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ സ്വലാ. മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമം നമസ്കാരമാണ് എന്ന് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അത്രമേൽ മഹത്തരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമം നമസ്കാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, യുവാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കാരമെന്ന മഹത്തായ കർമ്മം മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രം നിർബന്ധമായ ഒരു അമൽ അല്ല, ഖാസായ ഒരു അമലല്ല. അങ്ങനെയാണ് നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത്. നമസ്കാരം നമുക്ക് മാത്രം പ്രത്യേകമായ ഒരു അമലായിട്ടാണ് നമ്മളിൽ പലരും നമസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. നമസ്കാരം മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കളുടെ സമുദായത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ പരിശോധിക്കുമ്പോൾ, പഠനവിധേയമാക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന വസ്തുതയാണ്. 1,24,000 പ്രവാചകന്മാരും 313 മുർസലീങ്ങളും ഈ ലോകത്തേക്ക് പ്രബോധനവുമായി കടന്നു വന്നു. അവർക്കൊക്കെ നമസ്കാരമുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇബാദത്തുണ്ടായിരുന്നു. ആ ഇബാദത്തുകൾ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടമായി പഠിപ്പിച്ചത് നമസ്കാരമായിരുന്നു. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാം പ്രഥമ പ്രവാചകനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുബഹി നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം തന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോടും നൂഹ് നബി അലൈഹിസ്സലാമിനോടുമൊക്കെ ളുഹർ നമസ്കാരം കൊണ്ടും മഗ്രിബ് നമസ്കാരം കൊണ്ടുമൊക്കെ കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഉലമാക്കൾ അവിടുന്ന് വ്യക്തമായ രീതിയിൽ നമ്മെ പഠിപ്പിച്ചു തരും. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സയ്യിദുനാ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ നമ്മൾ പരതുമ്പോ, ഖുർആൻ നമ്മൾ പഠിക്കുമ്പോ, ആഴത്തിൽ പഠനവിധേയമാക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് അറിവുണ്ടാകും, വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചറബിന്റെ കൽപ്പനയുണ്ടായി, നിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും നിന്റെ ഭാര്യയാകുന്ന ഹാജറ ബീവിയെയും പരിശുദ്ധമാകുന്ന കഅബയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നുള്ള പടച്ചറബിന്റെ കൽപ്പന. ഈ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ്. പ്രവാചകന്മാരുടെ ഉലുൽ അസ്മിന്റെ പട്ടികയിൽപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു നടക്കുമ്പോ ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് സുന്ദരമായ ഒരു പ്രാർത്ഥന ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തു പറയുന്നു. ആ പ്രാർത്ഥന നമ്മൾ പരിശോധിക്കുമ്പോ, ആ ആയത്ത് നമ്മൾ ശരിക്കും ഓതി നോക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, അദ്ദേഹത്തിന്റെ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു, നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ആ ആയത്ത് പ്രകാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني
أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു എന്ന ജഗന്നിയന്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹജറയെയും മകനാകുന്ന ഇസ്മായിലിനെയും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ്, റബ്ബിന്റെ കൽപ്പന പ്രകാരമാണെന്ന് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ബീവിയോട് പറയുമ്പോ ഹാജറ ബീവി പറഞ്ഞു, എന്നാൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി പോകണേ, അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്, റബ്ബിന്റെ കാവൽ ഞങ്ങൾക്കുണ്ട്. ഒരു ഭാര്യയുടെ വർത്തമാനമാണ്, ഒരു ഉമ്മയുടെ കണ്ണീര് കലർന്ന വർത്തമാനമാ. ഈ വചനം കേട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബൂ ഖുബൈസ് എന്ന മലയുടെ താഴ്വാരത്തിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് സുന്ദരമായ ഒരു പ്രാർത്ഥന റബ്ബിലേക്ക് ഇടങ്ങിയതാകുന്ന ഇടറിയ കണ്ഠനാദത്തോടു കൂടി നടത്തുകയാണ്. റബ്ബനാ റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ عند بيتك المحرم ربنا ليقيموا الصلاة. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും ഈ കഅബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. റബ്ബേ, അല്ലാഹുവേ, ഒരു മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണല്ലോ, മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്. അല്പം ജലം മാത്രമാണ് കയ്യിലുള്ളത്, അല്പം കാരക്ക മാത്രമാണ് കയ്യിലുള്ളത്. ഇത് തീർന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവർ പട്ടിണിയിലാകുമല്ലോ. റബ്ബേ, ഫബഅസിലൈഹിം അഫ്ഇദതം മിനന്നാസ്. അവരുടെ കയ്യിലുള്ള കാരക്കയും അവരുടെ കയ്യിലുള്ള വെള്ളവും തീരുമ്പോ അവരിലേക്ക് ഒരു കച്ചവട സംഘത്തെ നീ തിരിക്കണേ അല്ലാ. എന്തിനു വേണ്ടിയെന്നറിയുമോ? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. അല്ലാഹുവേ, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനത്രേ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം കച്ചവട സംഘത്തെ ആ മക്കയിലേക്ക് പരിശുദ്ധമാകുന്ന കാബയുടെ പൂമുഖത്തേക്ക് അവരുടെ മുഖത്തെ തിരിച്ചുകൊണ്ട് അവർ വന്നുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് ഒരു സമൂഹമായി ഒരു കുടുംബമായി അവർ മാറുമ്പോ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർ ഭക്ഷണം കിട്ടുന്നതിനോടൊപ്പം ആ കഅബയിൽ നമസ്കാരമുണ്ടാകുമല്ലാ. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മകനും എന്റെ സന്താന പരമ്പരകളും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനത്രേ അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കാൻ നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചു വന്ന് പരിശുദ്ധ ഖുർആൻ. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന പ്രാർത്ഥന എന്തിനാണ് ഖുർആനിൽ പറഞ്ഞത്? 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും അന്നം കൊടുക്കാനാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നിർവഹിച്ചത്? എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇത്ര വലിയ വില?
എന്തിനാണ് പരിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന എടുത്തു പറയേണ്ട കാര്യം എന്താ? ആ പ്രാർത്ഥനയിലൂടെ മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് പഠന വിധേയമുണ്ട്. ആ വിശുദ്ധമാകുന്ന ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് അത് പഠിക്കാൻ വേണ്ടിയാണ് ആയത്ത്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, എന്തിനു വേണ്ടിയാണ് ഈ ആയത്ത് തന്നെ നൽകപ്പെട്ടത്? ഒരുപക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ള ആശയം മുത്തുനബിയുടെ സമുദായത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വാപ്പയുടെ വിലാപം നിറഞ്ഞ പ്രാർത്ഥന, ഒരു വാപ്പയുടെ രോദനം നിറഞ്ഞ പ്രാർത്ഥന പരിശുദ്ധമാകുന്ന ഖുർആൻ. ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ അതാണ് ഉണ്ടാകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമാകുന്ന ഈ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് പഠന വിധേയമാകുന്നതും അത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമസ്കാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പരിശുദ്ധമാകുന്ന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മറിയമിലൂടെ. അവിടെയും വ്യക്തമാക്കുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം നമസ്കാരമുള്ള വ്യക്തിയായിരുന്നു, തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു بالصلاة والزكاة وكان عند ربه مرضيا. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നബിയെ തങ്ങൾ സ്മരിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. പരിശുദ്ധമായ ഖുർആനിലൂടെ മുത്തുനബിയെ അവിടുന്ന് ഇസ്മായിൽ നബിയെ കുറിച്ചൊന്ന് പഠിക്കണേ, ഒന്ന് സ്മരിക്കണേ. ആരാണ് ഇസ്മായിൽ നബി? ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയത്രേ, അല്ലാഹുവിന്റെ പ്രവാചകരുമത്രേ. وكان يأمر أهله بالصلاة والزكاة. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു അത്രേ, സകാത്ത് കൊണ്ടും കൽപ്പിച്ചിരുന്നു അത്രേ. നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു. കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു. ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുക. ചുരുക്കത്തിൽ നമുക്ക് ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു. മുത്തുനബിയുടെ സമുദായത്തിന് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും അവരുടെ സമുദായത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആനിലൂടെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്തു പറഞ്ഞത്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ നമസ്കാരമുള്ളവരാക്കണേ, നമസ്കാരമുള്ളവരാക്കണേ. വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരമുള്ളവരാക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിനും അവർക്കൊക്കെ നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും. അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, യുവതി യുവാക്കൾ, നിങ്ങൾ മനസ്സിലാക്കി, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ വിജയിക്കണോ, അവന്റെ വിജയത്തിന്റെ നിദാനം നമസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ വെച്ച് ഏറ്റവും മഹത്തായ നമസ്കാരവുമാണ്. നമ്മളൊക്കെ 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
ആ നമസ്കാരം ബദ്ധശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള താക്കോല് നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പരിശുദ്ധമാകുന്ന ഖുർആൻ ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളാണ്. അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വവഹബനാ ലഹു ഇസ്ഹാഖ വയാക്കൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وإيتاء الزكاة. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്ഹാഖ് എന്നും യാക്കൂബ് എന്നും രണ്ട് മക്കളെ നാം നൽകിയില്ലയോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വകുല്ലൻ ജഅൽനാ നബിയ്യാ. ആ ഇസ്ഹാഖിനെയും യാക്കൂബിനെയും രണ്ടുപേരെയും നാം പ്രവാചകരായി നിയോഗിച്ചില്ലയോ? വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്. അവരിലേക്ക് നാം ഉത്ബോധനം നടത്തിയില്ലയോ? നന്മകൾ ചെയ്യണേ, സുഹൃതങ്ങൾ അനുഷ്ഠിക്കണേ. വയഖാമിസ്സലാ. നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ. വഈതാഇസ് സകാ. പാവപ്പെട്ടവർക്ക് കൊടുത്തു വീട്ടാനുള്ള നിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള സകാത്ത് കൂടി കൊടുത്തു വീട്ടണേ എന്ന് ഇസ്ഹാഖ് നബിയോടും യാക്കൂബ് നബിയോടും നാം ഉപദേശിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനോടും യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടും അള്ളാഹുവിന്റെ നിർദ്ദേശമായി. ചുരുക്കത്തിൽ അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പഠിച്ച ആയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഖുർആൻ ആയത്താണ്. ഈ ആയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. 6666 ആയത്തുകൾ പരിശുദ്ധമാകുന്ന ഖുർആനിലുണ്ടെങ്കിൽ ആ 6666 ആയത്തുകളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ പറയുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ പറയുന്നത്? ഈ ആയത്തുകൾ നമുക്ക് വിശദമാക്കി തരുന്നത് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം മുത്തുനബിയുടെ സമുദായത്തിന് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും അതത് സമുദായക്കാർക്കും ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കുക. ഇത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം. ആരാണ് ശുഐബ് നബി അലൈഹിസ്സലാം? ശുഐബ് നബി അലൈഹിസ്സലാം ആരാണ്? ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ മദീന എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് നിയോഗിക്കപ്പെട്ടതായ വ്യക്തിയാണ്. ആദ്യമായി പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ മദീൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്കാണ് ആദ്യമായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹക്കാരെ പ്രബോധനത്തിന് വേണ്ടി, അവരെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ശുഐബ് നബിയാണ്. ശുഐബ് നബി അലൈഹിസ്സലാം കടന്നു ചെന്നു. പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആദർശം അവരിലേക്ക് നൽകി. നിങ്ങൾ നമസ്കരിക്കണേ എന്ന് ആ സമുദായത്തോട് പറഞ്ഞപ്പോ ആ സമുദായം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ നമുക്ക് വ്യക്തമാകും അവർക്ക് നമസ്കാരം കൊണ്ട് അല്ലാഹു കൽപ്പിച്ചിരുന്നു എന്നുള്ളത്. ആ ചോദ്യം ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ ശുഐബ് أصلواتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء أو أن نفعل ما نشاء. അല്ലയോ ശുഐബ് നബിയേ, ഓ ശുഐബ് നബിയേ,
അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയാണോ? നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയാണോ? ആ നമസ്കാരം ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് ചെയ്തു വച്ചതായ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് തടസ്സം നിൽക്കുകയില്ലയോ? പൂർവികർ ഞങ്ങളോട് കൽപ്പിച്ചത് വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്നാണ്. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ട് നിന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നമസ്കാരം കൊണ്ട് ശുഐബേ നീ കൽപ്പിക്കുകയാണോ? പറ്റൂല, ഞങ്ങൾക്കതിന് കഴിയൂല, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമെന്ന് ആ സമുദായം ശുഐബ് നബിയോട് പറഞ്ഞുവെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ അല്ലാഹു മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് പഠന വിധേയമാക്കുന്നത് ശുഐബ് നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ മദിയൻ പ്രവിശ്യയിലേക്ക് കടന്നു ചെന്നിട്ട് നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഇത് പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമാക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കി, ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ പേര് പറയപ്പെട്ടതാകുന്ന സർവ്വ പ്രവാചകന്മാർക്കും അവരുടെ സമുദായക്കാർക്കും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമാക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്, അവരുടെ സമുദായത്തിനുമുണ്ട്. എല്ലാം കൂടി ഓതി നമുക്ക് പറയുന്ന സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു അത്രേ, വഅന ഖതറുതുക ഫസ്തമിഅ ലിമാ യുഹാ. അല്ലയോ മൂസാ നബിയേ, നിങ്ങളെ നാം പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുകയാ. അതുകൊണ്ട് ഉത്ബോധനം നടത്തുന്ന ഖുർആനിന്റെ ആശയങ്ങളെ, ഉത്ബോധനം നടത്തുന്ന വസ്തുക്കളെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗൗനിക്കണേ. ഇന്നനി അനല്ലാഹ്. ആദ്യമായിട്ട് അല്ലാഹു ഉത്ബോധനം നടത്തുന്നത് മൂസാ നബിയോട് പറയുന്നത് ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലാ അനാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തുവില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസാ. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ മൂസാ. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം നീ മുറ പോലെ നിർവഹിക്കണേ മൂസാ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, അല്ലാഹു ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല അല്ലാഹു അല്ലാതെ, അതുകൊണ്ട് എന്നെ നീ സ്മരിക്കണേ, എന്നെ നീ ഓർക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞ വചനം അല്ലാഹു ഖുർആനിലൂടെ എടുത്തു ധരിക്കുന്നത് എന്തിനു വേണ്ടിയാ? 1000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് പ്രബോധനവുമായി കടന്നു വന്ന, അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് വഫാത്തായി പോയ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, അവിടുത്തോട് പടച്ചറബ് പറഞ്ഞ വാക്യം എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു പഠിപ്പിക്കുന്നത്? ആ ആയത്ത് നമുക്ക് നൽകിയതിന്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നത് മുത്തുനബിയുടെ സമുദായമാകും നമ്മൾ അറിയണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ള അറിവ് നമുക്ക് കിട്ടണം.
മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് പ്രബോധനവുമായി കടന്നു വന്ന ഹസ്രത്ത് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് പടച്ചിറപ്പ് ഉയർത്തിക്കൊണ്ടുപോയും നാളെ ദമസ്കസിന്റെ വെള്ളമിനാരങ്ങൾ 2 മലക്കിന്റെ ചിറകിന് കീഴിലായിട്ട് ഈ ലോകത്തേക്ക് ഇറക്കപ്പെടുകയും മുത്തനബിയുടെ പരിശുദ്ധമാകുന്ന ഖുർആൻ മുഖാരം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ദജ്ജാലിനെ തന്റെ കൈകൊണ്ട് വധിക്കുകയും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് മുത്തനബിയുടെ ചാരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്താകുന്ന തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിക്കുന്ന വേളയിലും മഹാനവറുകൾ ലോകത്തോട് ഓർമ്മപ്പെടുത്തി, ലോകത്ത് 4 പേരാണ് ആകെ തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോ ആ തൊട്ടിലിൽ കടന്നുകൊണ്ട് ലോകത്തോട് സംസാരിച്ച സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വ്യക്തമായ രീതിയിൽ അപ്പോഴും പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകാ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്ത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തൊട്ടിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, വജഅലനി നബിയ്യാ, എന്നെ പ്രവാചകനായി അടുത്ത് തന്നെ നിയോഗിക്കപ്പെടുമേ, വജഅലനി മുബാറകാ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ. ജീവിച്ചിരിക്കുന്ന സമയത്തെല്ലാം തന്നെ നമസ്കരിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് പരിശുദ്ധ ഖുർആൻ. നമസ്കരിക്കാനും സക്കാത്ത് കൊണ്ടും അല്ലാഹു എന്നോട് ഉപദേശിച്ചു, എന്നോട് കൽപ്പിച്ചു എന്ന് ഈസാ നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി ആ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്ക് മുഴുവൻ നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ മുഖേന നമ്മൾ സമർത്ഥിച്ചു വെച്ചിരിക്കുക. ഇനി മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമുക്ക് നമസ്കാരം നിർബന്ധമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം 27-ാം രാവിലെ മുത്തുനബി അല്ലാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്ത സമ്മാനമാണ് 50 വഖത്ത് നമസ്കാരം. അത് 5ആക്കി മൂസാ നബി അലൈഹിസ്സലാം മുഖേന ചുരുക്കപ്പെട്ട ചരിത്രവും വിശാലമാണ്, നമുക്ക് വ്യക്തമായ രീതിയിൽ അറിയുന്നതാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നത്, നമസ്കരിച്ചാൽ മാത്രം പോരാ, ആ നമസ്കാരം ആദ്യ വഖത്തിലാവണം. അതിലാണ് നമ്മൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കേണ്ടത്. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്. ദുഹർ നമസ്കരിച്ചവർ എന്റെ മുന്നിലുണ്ട്, അസർ നമസ്കരിച്ചവരുണ്ട്, ഇശാ നമസ്കരിച്ചിട്ട് വാത് കേൾക്കാൻ വന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നമസ്കാരമൊന്നും ക്രിയാത്മകമല്ല. കട തുറന്നു വെക്കുന്നു, കട അടയ്ക്കുന്ന സമയത്ത് രാത്രിയിൽ പോയിട്ട് ഇശാ നമസ്കരിക്കുന്നവർ, മഗ്രിബ് നമസ്കരിക്കുന്നവർ, കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം കൊണ്ടുവന്ന് നമസ്കാരം നിൽക്കുന്നവർ, ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് അവസാനം ശരീരം മുഴുവൻ ശുദ്ധി വരുത്തിയിട്ട് നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക് കയറുന്ന ഉമ്മമാർ. ഇങ്ങനെ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരം അസാധുവാണ്. ആ നമസ്കാരം അല്ലാഹു ഉദ്ദേശിക്കുന്ന, അവന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന പരിപൂർണമാകുന്ന അർത്ഥതലത്തിലേക്ക് എത്തൂല. അല്ലാഹു ആദരിക്കുമാറാവട്ടെ. പരിപൂർണമായ നമസ്കാരം ചിട്ടവട്ടമാകണം. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء صعدت إلى السماء حتى انتهى إلى العرش فيدعو الله سبحانه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു അടിമ അല്ലാഹുവിന് വേണ്ടി നമസ്കാരം ഒരുപോലെ നിർവഹിച്ചാൽ, ആ നമസ്കാരം ആദ്യ വഖത്തിൽ തന്നെ നിർവഹിച്ചാൽ, മൊഗ്രാര പുത്തൂരിൽ നിന്ന് പാങ്കൊലി മുഴങ്ങുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കൊലി അവന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുമ്പോ ആ പാങ്കുവിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ആദ്യ വഖത്തിൽ ആദ്യ ജമാഅത്തിൽ നമസ്കരിക്കുന്നതായ
ഏത് ചെറുപ്പക്കാരനുണ്ടോ, ഏത് ഉപ്പയുണ്ടോ, ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്കല് മുഴങ്ങുമ്പോ ആ ബാങ്കലിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വക്കത്തിൽ നമസ്കരിക്കുന്ന ഏത് ഉമ്മയുണ്ടോ, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്നതായ ഏത് ഉമ്മയുണ്ടോ, സഹോദരിയുണ്ടോ, സഅദത് ഇല സമാ, ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ, ഹത്തന്തഹാ ഇലൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ആ നമസ്കാരം ചെന്ന് നിൽക്കുമത്രേ, ആ നമസ്കാരം എത്തുമത്രേ. സഹോദരാ സഹോദരി, ചിന്തിച്ചിട്ടുണ്ടോ നീ? ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നീ നമസ്കരിച്ച നമസ്കാരം സമയത്താണ് നിർവഹിച്ചതെങ്കിൽ, അതാ ആയിട്ടാണ് ആദ്യ വക്കത്താണ് നിർവഹിച്ചതെങ്കിൽ, ആ നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ഉയർന്നിട്ട് റബ്ബിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് ഫയദുല്ലാഹ ലഹു, നമസ്കരിച്ച ആരാണോ ആ നമസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് ആ നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, അല്ലാഹു നിന്നെ കാക്കട്ടെ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പടച്ചറപ്പ് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് ആ നമസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യാത്ര ചെയ്യുന്ന സഹോദര, വാഹന സൗകര്യങ്ങൾ കൂടിയ കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, യുവാക്കളെ, യുവതികളെ, യാത്ര ചെയ്യാത്തവരാരാ? നിന്റെ യാത്രയിൽ കാവൽ കിട്ടാൻ, അപകടങ്ങൾ നിന്റെ വീടുകളില്ലാതിരിക്കാൻ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, പ്രയാസങ്ങളില്ലാതിരിക്കാൻ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ. നിനക്ക് അനുകൂലമായി പ്രാർത്ഥിക്കും നമസ്കാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.